ഞാനൊരു 5 ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റുകൾ എണ്ണി പറയുകയാണ്. അതിലേക്ക് മാത്രം ഈ ഒരു നിഗമനം ഒതുക്കുകയാണ്. അവിടെയാണ് INDA മുന്നണിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അവര് NDA പൂർണ്ണമായി പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയല്ല, മറിച്ച് മുൻകാലങ്ങളിൽ നിന്നും നില മെച്ചപ്പെടുത്തും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ 2019 വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിനും ഇപ്പോഴത്തെ സഖ്യകക്ഷികൾക്കും കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്ന 5 സംസ്ഥാനങ്ങൾ. 1 കർണാടക, 2 മഹാരാഷ്ട്ര, 3 ഹരിയാന, 4 ഉത്തർപ്രദേശ്, 5 ബീഹാർ. ഈ 5 സംസ്ഥാനങ്ങളിലാണ് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഇവിടെ ഓരോ സംസ്ഥാനത്തെയും യഥാർത്ഥ ചിത്രം, എക്സിറ്റ് പോളുകൾ നൽകുന്ന ചിത്രം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കർണാടകത്തിൽ മുൻപ് ഉണ്ടായിരുന്ന BJPയുടെ ഒരു മേധാവിത്വം, 28 സീറ്റിൽ 26 ലഭിച്ച NDAയുടെ മേധാവിത്വം തുടരും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട എല്ലാ ഏജൻസികളും അഭിപ്രായപ്പെടുന്നത്. ഒരുപക്ഷെ 1-2 സീറ്റുകളുടെ കുറവ് വരാമെങ്കിലും കർണാടകത്തിലെ ഒരു ഭൂരിപക്ഷം ഉറപ്പായും BJPക്കായിരിക്കും. അപ്പം അതൊരു ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റായി ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിഗമനം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രജ്വൽ രേവണ്ണ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രചരണ രംഗത്തേക്ക് വരുമ്പോൾ 2ാം ഘട്ട വോട്ടെടുപ്പിൽ കർണാടകത്തിൽ 12 സീറ്റ് വെച്ച് 14 സീറ്റ് വെച്ചാണ് ഓരോ ഘട്ടത്തിലും പോയത്. അങ്ങനെ ആദ്യഘട്ടത്തിലെ 14 സീറ്റിൽ ഒരുപക്ഷെ NDAക്ക് മേധാവിത്വവും 2ാം ഘട്ടത്തിലെ 14 സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് മേധാവിത്വവും ഉണ്ടാകും എന്ന നിഗമനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് BJPക്ക് വ്യക്തമായ മേൽക്കൈ, അത് മാത്രമല്ല മൃഗീയമായ നമ്പറാണ് കർണാടകത്തിൽ പറയുന്നത്. അപ്പൊ അതൊരു ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ് ആയി മാറിയില്ല. രണ്ടാമത്തേത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകൾ. ഇന്ത്യയിലെ ലോക്സഭയുടെ ചിത്രത്തിലെ 80 സീറ്റുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ 48 സീറ്റുള്ള മഹാരാഷ്ട്രയാണ് രണ്ടാമത്തെ വലിയ സംസ്ഥാനം. അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. 2 രാഷ്ട്രീയ കക്ഷികൾ പിളർന്നു. അത് ശരത് പവാറിന്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും പിളർന്ന് സ്പ്ലിന്റർ ഗ്രൂപ്പുകൾ ഉണ്ടായി. ആ ഗ്രൂപ്പുകളുടെ കൂടെ പ്രധാനപ്പെട്ട കൂടുതൽ സാമാജികർ, MPമാർ, MLAമാർ ചേർന്നു, നേതാക്കൾ ചേർന്നു. പക്ഷെ പ്രവർത്തകരെവിടെ എന്നതായിരുന്നു വലിയ ചോദ്യം. അതൊരു തെരഞ്ഞെടുപ്പ് കഴിയാതെ ആ ചിത്രം വ്യക്തമാവില്ല. ഇവിടെ കാണുന്ന ഒരു ചിത്രം, മഹാരാഷ്ട്ര ഇപ്പോഴും ബാറ്റിൽ ഫീൽഡായി നിൽക്കുന്നു. അവിടെ NDAക്ക് തന്നെയാണ് നേരിയ മേൽക്കൈ ഏതാണ്ട് എല്ലാ സർവേകളിലും. പക്ഷെ 48 സീറ്റിൽ 30 സീറ്റ് NDAക്ക് ശരാശരി പ്രൊജക്ട് ചെയ്യുമ്പോൾ 18 മുതൽ 25 മുതൽ 30 സീറ്റ് വരെ NDAക്ക് നൽകുമ്പോൾ അഭിപ്രായ സർവേകൾ ഒരു 18 സീറ്റ് മുതൽ 25 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നു. അപ്പൊ അവിടെ കടുത്ത മത്സരം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അഭിപ്രായ സർവേകൾ അനുസരിച്ച് മഹാരാഷ്ട്ര മാത്രമാണ്. മഹാരാഷ്ട്രയിൽ NDAക്ക് മേൽക്കൈയുണ്ട്, അതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി ചില ചലനങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് ഏതാനും സീറ്റുകളിൽ നിർണായക വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്ര ഒരു ബാറ്റിൽ ഫീൽഡായി തുടരുന്നു എക്സിറ്റ് പോളുകൾക്ക് ശേഷവും. മൂന്നാമത്തെ സംസ്ഥാനം ചെറിയൊരു സംസ്ഥാനമായ ഹരിയാനയാണ്. ഹരിയാനയാണ് ആയാറാം ഗയാറാം പൊളിറ്റിക്സിന്, അതായത് കൂറുമാറ്റങ്ങളുടെയും പടലപിണക്കങ്ങളുടെയും കാലുമാറ്റങ്ങളുടെയും കുതികാൽ വെട്ടിന്റെയും ഒക്കെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഹരിയാന ആയിരുന്നു വർഷങ്ങളോളം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ ജാട്ട് വിഭാഗത്തിന് ഒരു മേൽക്കൈയുണ്ട്, വലിയ നമ്പേഴ്സ് ഉണ്ട്. കർഷക പ്രക്ഷോഭം ഏറെ അലയടിക്കുന്ന സ്ഥലമാണ്. ഗുസ്തി താരങ്ങളുമായുള്ള പ്രക്ഷോഭം, ഇതെല്ലാം വിഷയങ്ങളായി സംസാരിക്കപ്പെട്ട ഒരു സംസ്ഥാനം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. അത് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ ചെറുതെങ്കിലും കെജ്രിവാളിന് ഒരു ചെറിയ ഹോൾഡ് ഉണ്ട്. കുരുക്ഷേത്രത്തിൽ അവർ മത്സരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഹരിയാനയിൽ കഴിഞ്ഞ പ്രാവശ്യം 10ൽ 10 സീറ്റും BJPക്കായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് 2 മുതൽ 5 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ലഭിക്കുമെന്ന് പറയുമ്പോൾ അതൊരു ബാറ്റിൽ ഫീൽഡായി പതിയെ വരികയാണ്. നിർണായക മേൽക്കൈ BJPക്കാണ് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ അവിടെയും ഒരു ബാറ്റിൽ ഫീൽഡ് അന്തരീക്ഷം നിലനിർത്താൻ ഭാഗികമായി ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നുണ്ട് എക്സിറ്റ് പോളുകളുടെ കണക്കനുസരിച്ച്. ഉത്തർപ്രദേശാണ് മറ്റൊന്ന്, ഏറ്റവും വലിയ സംസ്ഥാനം. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 2 മുന്നണികളും അവരവരുടേതായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇന്ത്യ മുന്നണി ഒരു വലിയ കണക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അവരൊരു 30 മുതൽ 40 സീറ്റ് വരെ അഖിലേഷ് യാദവ് പ്രതീക്ഷിക്കുന്നു. അത് മലർപ്പിടിക്കാരന് സ്വപ്നമായി മാറാനാണ് സാധ്യത എന്ന് ഞാൻ മുൻപുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് മെച്ചപ്പെടാൻ കഴിയുമോ? കഴിഞ്ഞ പ്രാവശ്യം കേവലം 5 സീറ്റുള്ള സമാജ്വാദി പാർട്ടി, 1 സീറ്റുള്ള കോൺഗ്രസ്, അങ്ങനെ 6 സീറ്റാണ്. ബഹുജൻ സമാജ് പാർട്ടിയെ മാറ്റി നിർത്തുന്നു. 10 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. എക്സിറ്റ് പോൾ അനുസരിച്ചും അവർ സംപൂജ്യരായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. മായാവതിയുടെ അടിത്തറ ഇളകി കഴിഞ്ഞു.
അപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണിയും എൻ.ഡി.എ മുന്നണിയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റാണ്. അവിടെ 62 BJPക്കും 2 അപ്നാദൾ ഉണ്ടായിരുന്നത് 64. അതിൽ നിന്നും മുകളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത്. 60നും 70നും അല്ലെ 72നും ഇടയ്ക്കുള്ള സീറ്റുകൾ ഉത്തർപ്രദേശിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. എന്നാൽ ഈ ഇന്ത്യ മുന്നണിക്ക് ആശ്വാസമായി കഴിഞ്ഞ പ്രാവശ്യത്തെ 5ൽ നിന്നും സമാജ്വാദി പാർട്ടി ഏതാനും സീറ്റുകളുടെ മെച്ചമുണ്ടാക്കും. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് കോൺഗ്രസിന്റെ രൂപത്തിൽ റായ്ബറേലിയിലാവാം, അത് രാഹുൽ ഗാന്ധിയുടെ വിജയമാവാം പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് എന്നാണ് കോൺഗ്രസിന് പറയുന്നത്. 7 8 സീറ്റുകൾ അല്ലെങ്കിൽ 10 സീറ്റുകൾ വരെ സമാജ്വാദി പാർട്ടിക്ക്. പക്ഷെ അതൊരു ബാറ്റിൽ ഗ്രൗണ്ടായി വളർന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും BJP നില മെച്ചപ്പെടുത്തുന്ന ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അതുകൊണ്ട് അതിനെ ഒരു ബാറ്റിൽ ഫീൽഡായി കൺവേർട്ട് ചെയ്യാൻ ഇന്ത്യ മുന്നണിയുടെ പ്രചരണ ടാക്ടിക്സിന് കഴിഞ്ഞിട്ടില്ല. വലിയ ജനക്കൂട്ടത്തെയാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിലുള്ള സംയുക്ത യോഗങ്ങൾ ആകർഷിച്ചത്. പക്ഷേ ഈ ആകർഷിച്ച ജനമൊക്കെ വോട്ടായി മാറിയിട്ടില്ല എന്ന ചിത്രമാണ് എക്സിറ്റ് പോളുകളെ പ്രൊജക്ട് ചെയ്യുന്നത്. യഥാർത്ഥ ചിത്രത്തിന് വേണ്ടി നമുക്ക് 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. ഏറ്റവും ഉദ്വേഗം നിറഞ്ഞ സംസ്ഥാനം, ഒരു സംസ്ഥാനം കൂടെ, അത് ബീഹാറാണ്. ബീഹാറിൽ അത് ജാതി രാഷ്ട്രീയത്തിന്റെ കളിത്തൊട്ടിലാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിതീഷ് കുമാർ ഒരു വികസന രാഷ്ട്രീയവും കൊണ്ടുവരുന്നു. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും തേരോട്ടമായിരുന്നു. 40 സീറ്റിൽ 39ഉം എൻ.ഡി.എ മുന്നണി കരസ്ഥമാക്കിയിരുന്ന സ്ഥാനത്ത് നിന്നും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ചെറിയ പ്രതീക്ഷകൾ ബീഹാറിലുണ്ട്. എക്സിറ്റ് പോൾ റിസൾട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയോടൊപ്പം ഒന്നും വരുന്നില്ല എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ 8 മുതൽ 15 സീറ്റ് വരെ ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നു. ചില എക്സിറ്റ് പോളുകളെങ്കിലും കേവലം 4 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി ചുരുങ്ങുമെന്നും പറയുന്ന എക്സിറ്റ് പോളുണ്ട്. ഒരു വലിയ റേഞ്ചാണ്. എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ബീഹാറിൽ വലിയ വ്യത്യാസങ്ങൾ കാണുന്നു. പല ഏജൻസികൾ 13 ഏജൻസികൾ തമ്മിലുള്ള ഒരു ചക്രത്തി പോരാട്ടത്തിൽ വലിയ വ്യത്യാസം കാണുന്നു. എന്നിരുന്നാലും കൃത്യമായ മേൽക്കൈ അവിടെ നിതീഷ് കുമാറും BJPയും ചേരുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ്. വലിയ പ്രതീക്ഷയായിരുന്നു ഒരു യാദവ മുഖ്യന്മാർ തമ്മിലുള്ള പോരാട്ടം, അല്ലെങ്കിൽ തേജസ്വി യാദവ് വലിയ ജനക്കൂട്ടത്തെ അവിടെ ആകർഷിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ മകനാണ്. അദ്ദേഹം ആകർഷിച്ച ജനക്കൂട്ടമൊക്കെ വോട്ടായി മാറിയിട്ടില്ല എന്നാണ് ബീഹാറിൽ നിന്ന് ലഭിക്കുന്ന എക്സിറ്റ് പോൾ നിഗമനങ്ങൾ. അപ്പോൾ ബീഹാറും വലിയ പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ബാറ്റിൽ ഫീൽഡായിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ 5 സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞപ്പോൾ അതിൽ മഹാരാഷ്ട്രയും ഒരു പരിധിവരെ ഹരിയാനയും മാത്രമേ ഒരു ബാറ്റിൽ ഫീൽഡായി വന്നിട്ടുള്ളൂ. മറ്റെല്ലാ ഇടങ്ങളിലും BJPക്ക് എൻ.ഡി.എക്കും തന്നെയാണ് മുൻതൂക്കം.